എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് അല്ല തുപ്പിയത്, അല്ല സായം കണ്ട് ചുറ്റിട്ട് നാവേല് ആന്നല്ല, നീ തുപ്പിയത് ഈ കിഴിനെയാണ്. എന്റർടൈൻമെന്റ് കിഴി എന്ന് പറയുമ്പോ സായാണ് തുപ്പിയത്. അപ്പൊ എന്തായാലും ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴിയുടെ ഈ കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് ഉണ്ട്, എല്ലാം കിഴിക്കാത്തതിന്റെ കിഴിയിലേക്ക് പോവാം. തുടങ്ങാം. ചോദിച്ചോണ്ട് നിൽക്കുന്നത് അങ്ങ് തുടങ്ങിയാൽ പോലെ ഇഷ്ടം പോലെ ഇരിക്കുക. ആ കിഴി കഴിഞ്ഞിട്ടേ അപ്പൊ ഇവിടുത്തെ തുടക്കണേ. നേരത്തെ കിഴി അത് കിഴിന്റെ പേപ്പറും കൊണ്ട് തന്നെ ഉറക്കണം. വൃത്തിയായിട്ടവൻ. ഓക്കെ, ജാട്ട് സിനിമയുടെ IMDb റേറ്റിംഗ്, IMDb സോറി, മൊത്തത്തിൽ നാവിനാണല്ലോ എന്ന് പ്രശ്നം. സൂപ്പർ സൂപ്പർ സൂപ്പർ. IMDb IMDb റേറ്റിംഗ്, അതായത് മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ഇന്ത്യൻ മൂവി ജാട്ടായിട്ടാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കേട്ടോ. യെസ്, മൈത്രി മൂവി മേക്കേഴ്സ് ആണ് ഈ സിനിമ നിർമ്മിക്കുന്നത് കേട്ടോ. ഗോപിചന്ദ് മല്ലേനിയാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. ഏപ്രിൽ 10 സിനിമ റിലീസിനെത്തുന്നത്. ഏപ്രിൽ 10 മൈത്രിന്റെ 2 സിനിമ വരുന്നത്. ഗുഡ് ബാഡ് അഗ്ലി ഉണ്ടല്ലേ. ഓ വാവ്, 2 ലാംഗ്വേജിൽ നിന്നാണ് മാത്രം. ഒരു വെറൈറ്റി ഉണ്ട്. അതായത് ഏപ്രിൽ 10 വരുന്ന 2 മലയാള സിനിമ ഓവർസീസ് എടുത്തിരിക്കുന്ന ഒരേ ടീമാണ്. അല്ല, ട്രൂത്തോ രണ്ടും ട്രൂത്താണ്. എല്ലാം കോയിൻസിഡൻസാ. ഓക്കെ, അടുത്ത കിഴി. ഞാനില്ലെന്ന് ഇന്നത്തെ കളിക്കുകയല്ല, ഞാൻ കിട്ടിയത് എടുത്തോ, ഞാൻ ചത്തു കൊടുത്തു മൊത്തത്തിൽ എടുത്തോണ്ട് വെക്കും. ഓക്കെ, അടുത്ത കിഴി. ആലപ്പുഴ ജിംഖാന സിനിമ റിലീസിലെത്തുന്നത് ഏപ്രിൽ 10 ഖാലിദ് റഹ്മാനാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. നമ്മുടെ നസ്ലൻ, ലുക്മാൻ, ഗണപതി ഇവരൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. ഈ സിനിമയുടെ ഒരു ന്യൂ പോസ്റ്റർ വന്നിട്ടുണ്ട്. സന്തോഷം. കിഴിയെടുക്കുക, സ്വസ്ഥമായിട്ട് പോവുക. കൂടുതൽ അഭിപ്രായം പറയാനൊന്നും ഞാനില്ല. ഇന്ന് പറയാതിരിക്കുന്നല്ലേ. ഇന്ന് പറഞ്ഞാൽ ഇന്ന് അവസാനം വരെ വാദിക്കാനുള്ള സാധനം. എന്താ നേരത്തെ പറഞ്ഞ സാധനം? ഇല്ലടാ, ഞാൻ വിട്ടത്. IMDb ദിനേശ് വീഡിയോ കേട്ടിട്ടുണ്ട്. IMDb എന്താ സാധനം? വാഴ 2 വിപിൻ ദാസിന്റെ സ്ക്രിപ്റ്റില് സബിനസെ ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ്. സിനിമയുടെ ഗ്രൂമിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഉടൻ തന്നെ സിനിമയുടെ ഷൂട്ട് തുടങ്ങും. ഓക്കെ, അടുത്തത് എന്താ പറ്റിയത്? SSMB 29 സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. സിനിമ 2 പാർട്ടായിട്ട് വരില്ല. SS രാജമൗലിക്ക് അത് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ആള് ഇതിന് വേറെ രീതിയിലുള്ള ചിന്താഗതിയാണ് പിടിക്കാൻ പോകുന്നത്. എന്താ പരിപാടി എന്നറിയോ? ഒരു 5-6 മണിക്കൂറിന്റെ സിനിമ ഇറക്കിയിടും ഒറ്റ പാർട്ടില്. 3.5 മണിക്കൂറല്ല ഒരു ടൈം പറയുന്നത്. 30 മിനിറ്റ്. അതിന്റെ മുകളിലുണ്ടായിരുന്നില്ലേ മറ്റത് അനിമല്? അതെ. അപ്പൊ അതൊന്നും വലിയതൊന്നും അല്ല, അതൊരു വിഷയമല്ല. എന്തായാലും പാർട്ട് വേറെ വിടാതിരിക്കുന്നതിനെ നല്ലത്. ഇപ്പൊ അത് വെറും ബിസിനസ് മാത്രമായിരുന്നു. ഞാനാണ് അതിന് കാരണം, അതുകൊണ്ട് ഞാൻ തന്നെ അത് തിരുത്തുന്നത്. അതേ തന്നെ നന്നായി. ശരിക്കും KGF ആണോ അങ്ങനെ ആദ്യം വന്നത്, ട്രെൻഡ് ആയത്? അതോ ബാഹുബലിയാണോ? ബാഹുബലി തന്നെ. അടുത്തത് ഓടും കുതിര ചാടും കുതിര സിനിമയുടെ ലൊക്കേഷൻ സ്റ്റില്. ഓക്കെ അല്ലേ? കാണിച്ചു കൊടുക്കും. IMDb മതിയോ? IMDb ഇതൊക്കെ ആകെ തെറ്റി കൺഫ്യൂഷൻ ആക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത കിഴി. ബേബി ഗേൾ. വീഡിയോയിലേക്ക് വന്നല്ലോ. ബി കണ്ടപ്പോ വീഡിയോ വന്നു. ബേബി ഗേൾ സിനിമയില് നമ്മുടെ നായകനായി വന്നിരുന്നത് ചാക്കോച്ചനായിരുന്നു. അതിപ്പോൾ മാറിയിട്ട് പകരം നിവിൻ പോളി വരും എന്നുള്ളതാണ് കേൾക്കുന്നത്. അരുൺ വർമ്മ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. നമ്മുടെ ഗരുഡൻ എന്ന സിനിമയ്ക്ക് ശേഷം ചെയ്യുന്ന സിനിമയാണ് കേട്ടോ. ഡിസ്നി സ്റ്റീഫൻ അല്ലേ നിർമ്മിക്കുന്ന സിനിമ? അടുത്തത് ഗുഡ് ബാഡ് അഗ്ലി സിനിമയുടെ ട്രെയിലർ ഇന്ന് വരുന്നുണ്ട്. ടൈം അവർ വിട്ടിട്ടില്ല. മിക്കവാറും 6 മണിക്കൊക്കെ തന്നെ ആയിരിക്കും. അതാണല്ലോ, അങ്ങനെയാണല്ലോ വരേണ്ടത്. ഒരുമിച്ച് അങ്ങനെയാണ് വരേണ്ടത്. എന്താണെങ്കിലും സിനിമയുടെ ബുക്കിംഗ് ഇന്ന് 8:02 തുടങ്ങും. രാത്രി 8:02. ഓക്കെ, അടുത്ത കിഴി പോന്നോട്ടെ. ബി ആണല്ലോ. ബസൂക്ക
ബസൂക്ക സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് വരുള്ളൂ. ഗുഡ് ബാഡ് അഗ്ലി ബസൂക്ക. ശരിയാണല്ലോ, എപ്പോഴും ഒരുമിച്ച. ബസൂക്ക സിനിമയുടെ ബിഗ് അപ്ഡേറ്റ് ഉണ്ട്. ഇതിൻ്റെ ഒരു പ്രൊമോ സോങ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് ഫസ്റ്റ് സിംഗിൾ ആയിട്ട് പുറത്ത് വരും ഇന്ന് 6 മണിക്ക്. ഓക്കെ, ഒരു ക്യാരക്ടർ പോസ്റ്റ് വന്നിട്ടുണ്ട്. സുമിത് ബിഗ് ബിയില് നമ്മുടെ മമ്മൂക്കേന്റെ അനിയനായിട്ടായിരുന്നു വന്നിട്ടുള്ളത്. ഇനി ഇതിനകത്ത് ഏത് രീതിയിലാണെന്നൊന്നും അറിഞ്ഞുകൂടാ. വില്ലനാണോ, കൂടെ ഉള്ളതാണോ ഒക്കെ കണ്ടിട്ടൊരു വില്ലൻ ലുക്കൊക്കെ ഉണ്ട്. മറ്റൊരു കാര്യം, സിനിമയുടെ ടീസർ റിലീസിന് മുന്നേ ഒരു ടീസറും കൂടി വരുന്നുണ്ടെന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് കൂലി സിനിമയുടെ അപ്ഡേറ്റ് ഇന്ന് വരുന്നുണ്ട്. അതും ടൈം ഒന്നും കൊടുത്തിട്ടില്ല. ഇത് ചെയ്യുന്നോളം വരെ വന്നിട്ടില്ല. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉൾപ്പെടുത്താം. വല്ല വീഡിയോ ആണെങ്കിൽ ഞങ്ങൾ സ്പെഷ്യലായിട്ട് വരാം. ഓക്കെ, അടുത്ത കിഴി എംപുരാൻ ഡാനിയൽ റാവുത്തർ. അതെ, പേരിലും ആ ലുക്കിലൊക്കെ കടുപ്പുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആള് ചെയ്തിട്ടുമുണ്ട് നന്നായി. പക്ഷെ ഇത് ആന്റണി പെരുമ്പോർ ആണെന്ന് തോന്നുമ്പോഴാണ് പ്രശ്നം. പറ്റുന്നില്ല അതിന്. അയ്യോ. അടുത്തത് റോബിൻ ഹുഡ് സിനിമയുടെ ബഡ്ജറ്റ് 70 കോടിയായിരുന്നു കേട്ടോ. അറിയാലോ, നമ്മുടെ ചെറുക്കനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, വാർണറിനെയൊക്കെ. എന്താണെങ്കിലും അന്നേ അതൊരു വലിയ വാർണർ ആയിരുന്നു. അന്നൊരു വാർണിംഗ് ആയിരുന്നു അത്. എന്താണെങ്കിലും ഇപ്പോഴാണ് അത് അവർക്ക് മനസ്സിലാക്കി തുടങ്ങി. ഇത്രയും ദിവസമായിട്ടും കളക്ട് ചെയ്തിരിക്കുന്നത് എത്രയാണെന്നറിയോ? 6 കോടി. മാർച്ച് 28-നാണ് സിനിമ റിലീസിനെത്തിയത്. മൈത്രി മൂവി മേക്കേഴ്സ് ആണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. 7 എത്രയായി? 3 ഇന്ന് 4 ശരിയാ, 7-8 ദിവസം. എൻ്റെ അമ്മ, 6 കോടി. ഇതിന്റെ ആ ഒരു ഇത് കുറഞ്ഞു തുടങ്ങിയില്ലേ, ഗ്രാഫ് താന്നു തുടങ്ങി. പിന്നെ അതുമല്ല, മൈത്രി മൂവി മേക്കേഴ്സ് ആണ് ഇതിന്റെ പ്രൊഡക്ഷൻ. പിന്നെ ഇവർക്ക് ബാധിക്കൊന്നുമില്ല, കാരണം പൊട്ടിച്ച എത്രയും വേണേലും പൊട്ടിച്ച ഞാനത് അഡ്ജസ്റ്റ് ചെയ്തോളാം. പുഷ്പ 2 വാങ്ങി കൂട്ടി വെച്ചതൊക്കെ അത് ശരിയാണല്ലോ അല്ലേ, ബാധിക്കൊന്നുമില്ല. ഇതൊക്കെ ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടി എടുക്കുന്ന സിനിമകൾ. ഞങ്ങൾ പൊട്ടിക്കാൻ വെച്ച പൈസയാണ് 70 കോടി. ഇതൊക്കെ ഞങ്ങൾ എന്റർടൈൻമെന്റിന് മാത്രം. പക്ഷെ ആർക്കും എന്റർടൈൻമെന്റ് കിട്ടിയില്ല. ഓക്കെ, അടുത്ത കിഴിയും റെട്രോ സിനിമയുടെ ഒഫീഷ്യൽ ട്രailer വരാൻ പോകുന്നു. ഏപ്രിൽ 14 പറയപ്പെടുന്നത് കേട്ടോ, വരുന്ന ഡേറ്റ്. തമിഴ് ന്യൂ ഇയർ ആണ് കേട്ടോ അന്ന്. അതെ, അന്നായിരിക്കും കൂലിയുടെ ടീസർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതും ഈ ഏപ്രിൽ 14 ഇനി എന്തൊക്കെ വരാനുണ്ടാവും അങ്ങനെയാണെങ്കിൽ? അല്ലെങ്കിൽ വരുമ്പോ എല്ലാം ഒരുമിച്ചായിരിക്കും. അതങ്ങനെയായിരിക്കും. 14 കണ്ടോണം. ഇനി അതിന്റെ കോമഡി ആയിരിക്കും. ഇത് വരുന്ന പല സമയത്താണെങ്കിലും കുഴപ്പമുണ്ടാവില്ല. എല്ലാം നോക്കിക്കോണം, ഒരേ ടൈമിലായിരിക്കും. പക്ഷെ സൂര്യയുടെ കാര്യം ആയതുകൊണ്ടേ രജനീകാന്തിന്റെ സിനിമന്റെ മുമ്പിൽ മാറ്റി കൊടുക്കും. ഞങ്ങള് കങ്കുവ മാറ്റി കൊടുത്തിട്ടുണ്ട്. അനുഭവം അതായിരുന്നല്ലോ. കങ്കുവ മാറ്റി കൊടുത്തിട്ടുണ്ട്. അന്ന് മാറ്റിയിട്ടില്ലായിരുന്നെങ്കിൽ നേരത്തെ ശവടക്ക് കൊടുക്കേണ്ടി വന്നത്. രണ്ടും കണക്കാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കിട്ടി. അതല്ലേ, മാറ്റി കൊടുത്തതും വന്നതും ഒക്കെ കണക്ക്. വന്നതും നിന്നതും എല്ലാം കണക്കാന്ന് പറഞ്ഞില്ലേ. എന്താണെങ്കിലും കൊള്ളാം. എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ആദ്യം ഞാനതൊക്കെ ഒന്ന് സെറ്റാക്കി ന്യായീകരിച്ച് പോകാനത്. ആദ്യം പറ്റിയ തെറ്റുകളൊക്കെ മനഃപൂർവ്വം ചെയ്തതാണ്. അത് പറയാൻ വേണ്ടി വന്നതാണ്. അതുവരെ തെറ്റിപ്പോയി. ഞങ്ങൾക്ക് മനസ്സിലായി. അയ്യോ, ശരിയല്ല കേട്ടോ.